കാൽനട യാത്രക്കാരനെ ഇടിച്ചിട്ടു. കോട്ടയം നാട്ടകത്താണ് അപകടമുണ്ടായത്. സംഭവം അറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിയ നാട്ടുകാർക്ക് നേരെയും സിദ്ധാർത്ഥ് അക്രമാസക്തനായി. ചിങ്ങവനം പോലീസ് എത്തിയാണ് സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിലെടുത്ത് മാറ്റിയത്. രാത്രിയിലാണ് മദ്യപിച്ച് അമിത വേഗത്തിൽ കാർ ഓടിച്ചെത്തിയ സിദ്ധാർത്ഥ് പ്രഭു ലോട്ടറി വിൽപ്പനക്കാരനായ തമിഴ്നാട് സ്വദേശി തങ്കരാജിനെ ഇടിച്ചു വീഴ്ത്തിയത്. ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തി. ആദ്യം കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ സിദ്ധാർത്ഥ് തയ്യാറായില്ല. നാട്ടുകാർ ബഹളം വെച്ചതോടെ സിദ്ധാർത്ഥ് അവർക്ക് നേരെ തിരിഞ്ഞു. ഓടിക്കൂടിയ നാട്ടുകാർക്ക് നേരെ അക്രമാസക്തനായി. തുടർന്ന് നാട്ടുകാരും സിദ്ധാർത്ഥും തമ്മിൽ നടു റോഡിൽ വാക്കേറ്റം. മദ്യലഹരിയിൽ ബോധം നഷ്ടപ്പെട്ട സിദ്ധാർത്ഥ് റോഡിൽ കിടന്നും ബഹളം വെച്ചു. ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഉപ്പും മുളകും ടീമിലെ സിദ്ധാർത്ഥ് ക്രിസ്മസിൻ്റെ തലേന്ന് മദ്യപിച്ച് ആകലമ്പാക്കി ഒരു പാവം വയ്യാത്രക്കാരനെ വണ്ടി ഇടിച്ചിട്ടത് പോരാന്ന് ചോദിക്കാൻ ചെന്ന നാട്ടുകാരോട് ഭയങ്കരമായി ആക്രമിച്ചത് നിങ്ങളെല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. ഇവന്മാരെപ്പാതിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ലൈസൻസ് അങ്ങോട്ട് കട്ടാക്കി വിടണം. ഇനി നാളെ മേലാക്ക് അങ്ങനെ സംഭവിക്കരുത്. കാരണം മദ്യപിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയാൻ ഞാൻ ആളല്ല. ഓരോരുത്തർക്ക് വേണമെങ്കിൽ മദ്യപിച്ചോട്ടെ. അത് അവനവൻ്റെ പേസിൽ വേണം മദ്യപിക്കാൻ. അത് പുറത്തിറങ്ങിയിട്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലേക്ക് എത്തിക്കരുത്. കാരണം നിങ്ങളെ നെഞ്ഞത്ത് കൊണ്ടുപോയി ഇതാക്കിയിട്ടില്ല. എന്നിട്ടും എന്തൊക്കെ വർത്താനമാണ് ആ നടു റോട്ടിൽ കിടന്നിട്ട് കഴിയണേ. ആ നാട്ടുകാരുടെ മേൽക്കാണെങ്കിലും ചോദിക്കാൻ തന്ന പോലീസുകാരുടെ മേൽക്കാണെങ്കിലും ഒരുമാതിരി ഇത്രയും ചെറുപ്പത്തിൽ ഓരോമാർ ചെയ്തു വെക്കുന്ന അക്രമങ്ങളാണ് ഇതൊക്കെ കണ്ടിട്ടല്ലേ നാളെ ഇവരൊക്കെ കോമഡി കാണുന്ന ചെറിയ പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും ഇവരൊക്കെ ഒരു സന്തോഷത്തോടെ ചെറിയ ഉപ്പുമുളകും കാണുന്ന കുഞ്ഞു ടീമുകൾ ചില പിള്ളേരുണ്ട്. ഇതൊക്കെ അവർ ചാനൽ മാറ്റി വെക്കുമ്പോൾ ഈ ന്യൂസ് കാണുമ്പോൾ ഈ ചേട്ടനല്ല ആ ചേട്ടൻ ഉമ്മേന്നുള്ള കുട്ടികൾക്കൊക്കെ ഒരു പേടി അതിനുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാവം പിടിച്ച ഒരാളെ ഇടിച്ചിട്ടത് പോരാഞ്ഞിട്ട് മദ്യപിച്ച വയറ്റിൽ കിടക്കണം. അതും വേറെ വല്ലവരും നെഞ്ഞത്തല്ല അത് തീർക്കുക. എന്തൊക്കെ അക്രമങ്ങളാണ് അയാൾ കാട്ടിക്കൂട്ടിയിരുന്നത്. എന്നിട്ട് വലിയ വർത്താനം വണ്ടിയിലൊന്നും കയറ്റാൻ പറ്റണില്ല. അമ്മാതിരിയുള്ള ഫുൾ ഫിറ്റിയിൽ വണ്ടി വെച്ച് വേറെ എനിക്ക് തോന്നുന്നു ആ യാത്രക്കാരന് സംഭവിച്ചാലുള്ള അവസ്ഥ ആലോചിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ലൈസൻസേ കൊടുക്കരുത്. അവനവനക്ക് മദ്യപിക്കണമെങ്കിൽ അവനവൻ്റെ വീട്ടിൽ മദ്യപിച്ചിട്ട് വാതിൽ കുറ്റിയിട്ടിട്ട് അവിടെ നിന്നാണ് ബഹളം വെച്ച് പോകണം. ഈ പാവം ഒന്നും അറിയാത്ത ആൾക്കാരെ നെഞ്ഞത്ത് കൊണ്ടുപോയി വണ്ടി കയറ്റിയതും പോരാ, കുടിച്ചിട്ട് ആൾക്കാരായിട്ട് തല്ലൂടാൻ നടക്കുക. ഇങ്ങനെ ഓരോ മനുഷ്യന്മാരുണ്ടെന്നുള്ള കാര്യം ആലോചിച്ച് നോക്കിക്കുക. അത് ചെയ്ത തെറ്റ് മദ്യപിച്ചുകൊണ്ട് അയാൾക്ക് ബോധമില്ല എന്ന് വിചാരിക്കുക. പക്ഷേ ഇത്രയും ഫിറ്റിയിൽ മദ്യപിച്ചിട്ട് വണ്ടി എടുത്തിട്ട് വരുമ്പോൾ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. ഏതിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ആഘോഷമായതുകൊണ്ട് മദ്യപിച്ചേക്കാം. വണ്ടിയുടെ സൗണ്ട് ക്രിസ്മസ് ആയിട്ട് ആഘോഷത്തിനെല്ലാം മദ്യപിച്ചേക്കാം. പക്ഷേ മദ്യപിക്കുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ ഒരാൾ ഡ്രൈവറാക്കിയിട്ട് കൂട്ടിയിരിക്കണം. ഇത് വണ്ടി നേരെ ചെന്നിട്ട് ഒരാളെ മേലിടിച്ചു. രണ്ടാളെ മേലെ ഇടിച്ചത് പോരാഞ്ഞിട്ട് അവിടെ നടു റോട്ടിലെ ഹൈവേയിൽ കിടന്നിട്ട് ആളെ പരാക്രമം. എന്താണ് ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ചോദിക്കാനും പറയാനൊന്നും ആളില്ലേ? എല്ലാം ചെയ്തു വെച്ചിട്ട് ഇത് തോന്നുന്നു ന്യൂസിലാണ്ട് ഞാൻ കണ്ട ആളെ ലൈസൻസ് കട്ടാക്കി. ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും ലൈസൻസ് ഒരു കാരണവശാലും കൊടുക്കരുത്. കാരണം ഒരു ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയാണ് ഈ കളിക്കുന്നത്. ആ ജീവൻ എന്തെങ്കിലും പറ്റിയാൽ ഈ പറയണ ഇയാൾ എന്തെങ്കിലും ചെയ്യും. ജീവൻ പോയാൽ പോയി, പിന്നെ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഏതൊരു ജീവനാണെങ്കിലും നമ്മൾ അശ്രദ്ധ കൊണ്ട് അത് പോയാൽ പോയി.
പിന്നെ നമ്മൾ എത്ര ഇതാക്കിയാലും എത്ര പണം കൊടുത്താലും ആ ജീവൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു പറ്റി? അപ്പോൾ ശ്രദ്ധിക്കുക, ഓരോരുത്തരാരായാലും ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക. കാരണം മദ്യപിക്കണ്ടെന്ന് പറയാൻ നമ്മളൊന്നും ആരുമല്ല. മദ്യപിക്കാതെ അവനവൻ്റെ ആ ലെവലിനൊട്ട് മദ്യപിക്കുക, നാട്ടുകാരെ നെഞ്ഞത്തേക്ക് പോവാണ്ടിരിക്കുക. കാരണം ഒന്നും അറിയാത്ത പാവങ്ങൾക്കും ജീവിക്കണം എന്നുള്ളത് ആലോചിക്കുക. നിങ്ങളൊക്കെ വലിയ വലിയ സിനിമ നടന ആൾക്കാരൊക്കെ ആയിരിക്കും, പാവങ്ങളുണ്ട് വല്ല ലോട്ടറി വിറ്റിട്ട് റോഡ് സൈഡിൽ കൂടെ പോണ ആൾക്കാർ, അവരൊക്കെ നെഞ്ചത്തേക്കല്ല വണ്ടി കയറ്റി വിടുക. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക.